ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യൻ്റെ മനസ്സ് പിടയുകയാണ്. ഈ കല്യാണത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാവണം. അവരായിട്ട് ഈ കല്യാണത്തിൽ നിന്നും ഒഴിയാൻ പറയുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇതിൽ നിന്നും ഒഴിവാവണം. അതിന് ഇന്ദുവിനെ കണ്ട് ആദ്യം സംസാരിക്കണം എന്ന് തീരുമാനിച്ച ശേഷം സോനയെ പറഞ്ഞയക്കുകയാണ് ഇന്ദുവിൻ്റെ അടുത്തേക്ക്. അപ്പോഴൊക്കെ ഓരോ തടസ്സങ്ങൾ കാരണം സോനയ്ക്ക് ഇന്ദുവുമായിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ അക്കാര്യം സത്യനോട് വന്ന് പറയുകയാണ്. ഇന്ദുവുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് അർഹതയില്ല, അത് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നും ഞാൻ തന്നെ പിന്മാറുന്നതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു അപമാനം തന്നെയാണ് എന്ന് സത്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെ സത്യൻ ഇക്കാര്യം ചീരുവുമായിട്ട് സംസാരിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ. സോന പോയിട്ട് ഇന്ദുവിനെ കണ്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ചീരു വിചാരിച്ചാൽ ഉറപ്പായും ഇന്ദുവിനെ കണ്ട് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് ചീരുവിനോട് കാര്യം പറയാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ചീരുവിനെ ആരും കാണാതെ വിളിക്കുകയാണ്. അപ്പോൾ ചീരുവും അമ്പിളിയും അനിയും മഞ്ചാടിയും ഒക്കെ ചേർന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവും സരോജിനി ആൻറ്റിയും ഒക്കെ ഉണ്ടാവും. അപ്പോഴാണ് സത്യൻ്റെ ഈ കോള് വരുന്നത്. അപ്പോൾ ദയക്കും ശബരിക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണവുമായി മഞ്ചാടിയും അമ്പിളിയും പോയിട്ടുണ്ടാവും കേട്ടോ. ചീരുവും സരോജിനി ആൻറ്റിയും മാത്രമാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ ഈ കോള് വരുന്ന സമയത്ത് ചീരു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഈ സമയത്ത് സത്യേട്ടൻ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുക്കുകയാണ്. അപ്പോൾ സരോജിനി ആൻറ്റി ചോദിക്കുന്നുണ്ട്, ആരാണ് എന്ന് ചോദിക്കുകയാണ്. അമ്പിളിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് കേട്ടോ സത്യനോട്. എന്താ സത്യേട്ട ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് പതുക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സത്യം പറയാണ്, എനിക്ക് ചീരു നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നിൻ്റെ സഹായം എനിക്ക് കൂടിയേ തീരൂ. നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് എന്ന് പറയട്ടോ. അപ്പോൾ ചീരു പറയുന്നുണ്ട്, എന്താ സത്യേട്ട, നാളെ സത്യേട്ടൻ്റെ കല്യാണമല്ലേ? ഈ സമയത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടാൽ അതോടുകൂടി വലിയ പ്രശ്നങ്ങളാവും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് റിസ്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇക്കാര്യത്തിന് നീ എനിക്കൊന്ന് വേണ്ടി അവസാനമായിട്ടൊന്ന് റിസ്ക് എടുക്കണം. എനിക്ക് നിന്നെ കണ്ടൊന്ന് സംസാരിക്കണം എന്ന് പറയണേ. നീ എന്തായാലും എൻ്റെ റൂമിൻ്റെ അവിടേക്ക് വരണം. എന്നിട്ട് നീ എന്നെ വിളിച്ചാൽ മതി. എനിക്കിപ്പോൾ നിൻ്റെ അവിടേക്ക് വരാൻ കഴിയില്ല, എല്ലാവരും എന്നെ കാണും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അങ്ങനെ ചീരു സരോജിനി ആൻറ്റിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ആൻറ്റി, എനിക്കൊരു സഹായം ചെയ്യണം. മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എന്നെ കൊണ്ടൊരു സഹായമുണ്ട്. അതിനാണ് ഇപ്പോൾ ഫോണിൽ വിളിച്ചത്. ആൻറ്റി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഞാൻ എന്തായാലും ചീരുവിനെ സഹായിക്കാം എന്ന് പറഞ്ഞ് ചീരുവും സരോജിനി ആൻറ്റിയും കൂടി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണക്കാര്യം മാഷും രത്നപ്രഭയും സച്ച് സാറും ഗോകുലും രാഹുലും ഇന്ദുവിൻ്റെ അപ്പച്ചിയും ഒക്കെ ചേർന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പറയും രത്നപ്രഭ മാഷിനോട് പറയണേ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരം വെച്ചതിൻ്റെ പേരിൽ സമയം ഇനിയും വൈകിയിട്ടില്ല. സത്യനും ഇന്ദുവും തമ്മിലുള്ള കല്യാണം കഴിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഒരു തെറ്റിദ്ധാരണതയുടെ പേരിലാണ് ഈ കല്യാണം, രാഹുലും ഇന്ദുവും തമ്മിലുള്ള കല്യാണം മുടങ്ങിയത് തന്നെ. അതിന് മെയിൻ കാരണക്കാരി ആ സുശീലയുമാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് ഇന്ദുവിനെ പറഞ്ഞയക്കുന്നതിൽ എല്ലാവർക്കും ഇപ്പോൾ ചെറിയൊരു മടിയുണ്ട്. അതുകൊണ്ട് എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മാഷിനോട് രാഹുൽ എല്ലാ കാര്യവും പറയുകയാണ്. എൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് സുശീലയാണ്. എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ വിശദമായിട്ട് തന്നെ മാഷിനോട് പറയാം കേട്ടോ. അപ്പോൾ മാഷ് പറയും, നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം സുശീലയും ആ കുഞ്ഞമ്മയും കാരണമാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലായി. പക്ഷേ സത്യനെ ഓർക്കുമ്പോൾ എനിക്കതൊരു പാവം തോന്നുന്നു. സത്യന് അത് എല്ലാവരുടെയും മുന്നിൽ നാണം കെടുന്നത് പോലെയാവില്ലേ? അവനല്ലേ അതിനൊരു അപമാനമാകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സച്ച് സാറ് പറയുന്നുണ്ട്, സത്യനെ അപമാനിക്കുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല. സത്യനൊരു സാധുവാണ്. സത്യനെ പോലെയുള്ള പയ്യനെ അപമാനിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ മാഷ് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഇതിനൊരു തീരുമാനമെടുക്കണം. എന്നിട്ട് അക്കാര്യം സത്യനോട് പറയണം എന്നും പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് ദാസാറും വിനയനും രഘുവും കൂടിയിട്ട് വരികയാണ്. ആ സമയത്താണ് മാഷ് രഘുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. നിങ്ങൾ എവിടെയാണ്? നിങ്ങളെ കണ്ട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് വായോ എന്ന് പറഞ്ഞ് മാഷിൻ്റെ റൂമിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ 3 പേരും കൂടി ചെല്ലുകയാണ്. എന്നിട്ട് രത്നപ്രഭയും സച്ച് സാറും രാഹുലും ഗോകുലും ഒക്കെ സംസാരിച്ച കാര്യം അവരോട് പറയുകയാണ്. അപ്പോൾ മാഷ് എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രഘുവൊക്കെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഇതിനോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, എനിക്കിതിൽ എന്ത് പറയാൻ കഴിയും? അവരെന്ത് തീരുമാനമെടുത്താലും അവരുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം അത് സുശീലയും ആ കുഞ്ഞമ്മയും തന്നെയാണ്. അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നത്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല
കാര്യമില്ല. കാരണം സ്വന്തം മകളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് അവർ ഒന്നും ചിന്തിക്കാതിരിക്കില്ല. ഇങ്ങനെയൊക്കെയല്ലേ അവർ ഇവിടെ പെരുമാറുന്നത്. അപ്പോൾ പിന്നെ ഇന്ദുവിനെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. അതിലിപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഇതിപ്പോൾ നാളെയല്ലേ കല്യാണം, ഇന്നിപ്പോൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്ന് വിനയം പറയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവരായിട്ട് ഈ കല്യാണത്തിൽ നിന്നും ഒഴിവാകുന്നതിൻ്റെ മുന്നേ സത്യനായിട്ട് ഈ കല്യാണത്തിൽ നിന്നും ഒഴിവാവണം. അതാണ് അതിൻ്റേതായ ശരി. അപ്പോഴാണ് സത്യന് തല ഉയർത്തി നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ സത്യന് അതൊരു അപമാനം തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, വിനയം പറഞ്ഞതിലും കാര്യമുണ്ട്. നമുക്കാദ്യം സത്യനോട് ഇക്കാര്യം പറയാം. അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ആദ്യം സച്ചി എന്നോട് ഇക്കാര്യം പറയട്ടെ, എന്നിട്ട് അവർ എന്ത് തീരുമാനം എടുത്തത് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയാം. എന്നതിൻ്റെ ശേഷം മാത്രം മതി സത്യനോട് ഇക്കാര്യം പറയുക എന്നും പറഞ്ഞു അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് സത്യൻ്റെ അടുത്തേക്ക് ചീരു ചെല്ലുകയാണ്. അപ്പോൾ സത്യൻ ഇക്കാര്യം ശ്യാമിനോട് പറയുകയാണ്. അങ്ങനെ ശ്യാമ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ അവരായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ മുന്നേ ഞാനായിട്ട് തന്നെ അവരോട് പറയുന്നതാണ് നല്ലത്. അതാണ് എനിക്ക് അഭിമാനത്തിന് നല്ലത് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്യാമിന് നല്ല വിഷമം വരുന്നുണ്ട്. സത്യനെ പോലത്തെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിഷമം ശ്യാമിൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പിന്നീട് ചീരു വിളിക്കുകയാണ് കേട്ടോ ഫോണിലേക്ക്. അപ്പോഴത്തേക്കും സത്യൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചീരു ചോദിക്കുകയാണ്, എന്തിനാ സത്യേട്ട ഈ സമയത്ത് എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ സത്യം പറയുകയാണ്, സോന പോയി ഇന്ദുവിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ സംസാരിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ചീരുവിന് ഇന്ദുവിനെ കണ്ട് സംസാരിക്കാൻ കഴിയുമല്ലോ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് സത്യേട്ടന് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. അപ്പോൾ അക്കാര്യം ഇന്ദുവിനോടൊന്ന് പറയണം, അവളുടെ അഭിപ്രായം കൂടി കേൾക്കണം. എന്തായാലും അവളെ ഞാൻ ഉപേക്ഷിച്ചു എന്നൊന്നും അവൾക്ക് തോന്നരുതല്ലോ. ഇന്ദുവിന് എന്നെക്കാളും യോഗ്യനായ പയ്യൻ രാഹുൽ തന്നെയാണ്. അതുകൊണ്ട് രാഹുലിൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണമാണ് നാളെ നടക്കേണ്ടത്. അതുകൊണ്ട് ഇന്ദുവിനോട് ഇക്കാര്യം പറയണം എന്ന് പറഞ്ഞ് ചീരുവിനെ പറഞ്ഞയക്കുക കേട്ടോ. അങ്ങനെ ചീരുവും സത്യനും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ വിനയെ അവിടെ നിന്ന് കാണുകയാണ്. അങ്ങനെ വിനയം പെട്ടെന്നങ്ങ് പതറുകയാണ്. എന്താണ് ഈ സമയത്ത് ചീരുവും സത്യനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത്? നാളെ സത്യൻ്റെ കല്യാണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചീരുവും സത്യനും കൂടി ഇങ്ങനെ സംസാരിച്ചാൽ എല്ലാവർക്കും സംശയം വരും. എനിക്ക് സംശയമില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയും വേണം. അപ്പോൾ എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? എന്ത് പറഞ്ഞിട്ടാവും ചീരുവിനെ മറ്റൊരിടത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്? ആരെ കാണാനാവും ചീരുവിനെ സത്യം പറഞ്ഞയച്ചിട്ടുണ്ടാവുക എന്നൊക്കെ സ്വയം മനസ്സിൽ വിനയൻ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിനയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും സത്യനോട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. എനിക്ക് സത്യനെയും ചീരുവിനെയും ഇവിടെ വെച്ച് കണ്ടതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതും സത്യനോട് പറയണം എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോഴത്തേക്കും സത്യനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചോണ്ട് പോകുന്നത് വിനയൻ കാണുകയാണ്. അങ്ങനെ വിനയൻ വെപ്രാളം പിടിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് അവിടെ ദാസാറും രഘുവും നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ വിനയൻ ഓടി ചെല്ലുകയാണ്. രഘുവേട്ട, ദാസാർ സത്യനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചോണ്ട് പോയി എന്ന് വെപ്രാളം പിടിച്ച് പറയുകയാണ് കേട്ടോ. അത് കേട്ടതോടുകൂടി ദാസാറും രഘുവും വിനയനും കൂടി അവരെ സത്യനെ കൊണ്ടുപോയ ആ വണ്ടി ഫോളോ ചെയ്ത് അവരുടെ പുറകെ പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ദാസാറും രഘുവും വിനയനും കൂടി സത്യനെ പിടിച്ചോണ്ട് പോയവരുടെ കയ്യിൽ നിന്നും സത്യനെ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ പിറ്റേ ദിവസമാകുന്ന സമയത്ത് കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാവുകയാണ്. ഇന്ദു കതിർ മണ്ഡപത്തിലേക്ക് കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ ചമഞ്ഞൊരുങ്ങി വരികയാണ്. സത്യനും കല്യാണ ചെക്കൻ്റെ വേഷത്തിൽ വരികയാണ്. അതുപോലെ രാഹുലും കല്യാണ ചെക്കൻ്റെ വേഷത്തിലാണ് വരുന്നത്. ഒപ്പം തന്നെ രത്നം പ്രഭയും ഉണ്ടാവട്ടോ. അവർ രണ്ടുപേരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല അടിപൊളി ലുക്കിലാണ് വരുന്നത്. അങ്ങനെ അവർ വരുന്നത് കാണുന്ന സമയത്ത് സുശീലക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണമാണ് ഇവിടെ നടക്കുന്നത്, പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി രാഹുലിനെ ചമയിച്ചൊരുക്കി കല്യാണ ചെക്കൻ്റെ വേഷത്തിൽ കൊണ്ടുവരുന്നത് എന്ന് പറയണം. ഇവിടെ നടക്കാൻ പോകുന്ന കല്യാണം എൻ്റെ മകൻ സത്യൻ്റെയും സച്ചി സാറിൻ്റെ മകൾ ഇന്ദുവിൻ്റെയുമാണ്. പിന്നെ എന്തിനാണ് ഇവനെ കല്യാണ ചെക്കൻ്റെ വേഷത്തിൽ കതിർ മണ്ഡപത്തിലേക്ക് കയറ്റുന്നത് എന്ന് സുശീല ചോദിക്കാണ്ട്. അങ്ങനെ സുശീല പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രനൊക്കെ ആകെ അന്തം വിട്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കതിർ മണ്ഡപത്തിൽ ഇന്ദുവും സത്യനും രാഹുലും രത്നപ്രഭയും ഉണ്ടാവട്ടോ. അങ്ങനെ ഇന്ദുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് രാഹുൽ തന്നെയാണ്. അങ്ങനെ സത്യൻ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യൻ എല്ലാവരോടും
ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയത് എൻ്റെ അമ്മ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഈ കല്യാണം. ഇന്ദുവിൻ്റെയും രാഹുലിൻ്റെയും കല്യാണം മുടങ്ങിയത്. പക്ഷേ ദൈവമായിട്ട് തന്നെ ഇവരെയാണ് കൂട്ടിയോജിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാനൊരു നിമിത്തം മാത്രമാണ് എന്നൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കതിർ മണ്ഡപത്തിൽ നിന്ന് തന്നെ സത്യൻ എല്ലാവരോടും പറയുകയാണ്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് തൊഴുതുകൊണ്ടാണ് സത്യൻ പറയുന്നത്. അങ്ങനെ ഇന്ദുവിൻ്റെ കഴുത്തിൽ രാഹുൽ താലി കെട്ടിയതോടുകൂടി സുശീല ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സുശീലയുടെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സുശീല നാണം കെട്ട് കുഞ്ഞമ്മയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു കിടുക്കൻ എപ്പിസോഡാണ് നാളെ വരാനിരിക്കുന്നത്.